എൻ്റെ പൊന്നോക്കൾ എവിടെ പോണ്? അപ്പോഴേ അനിയനിക്ക് ചേട്ടൻ കൂട്ടുപോവുകയാണ്. അപ്പോഴേ നമ്മൾ കാറിലാണ് പോണത്. കാക്കച്ചിയും, അതായത് എൻ്റെ സഹോദരനും വലിയ മാമായും. വാപ്പാക്ക് വയ്യാത്തതുകൊണ്ട് വാപ്പാക്ക് പോകാൻ പറ്റൂല. അപ്പം എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കി നമ്മളെവിടെയാണ് പോണത്. എല്ലാവർക്കും ഒരു മുത്തം കൊടുത്താണീ മക്കള്. നമ്മൾ പോയിട്ട് വരട്ടെന്ന് പറ. 5:30 ആകുമ്പോഴത്തേക്ക് പോവും. ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് കണ്ടങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ അവനിക്ക് ഡ്രസ്സ് എല്ലാം മാറ്റും. ഇപ്പം ചേട്ടനിക്കും അനിയനിക്കും ഒരേപോലെ തന്നെ, കളർ വ്യത്യാസമാണ്. 3 എണ്ണം എടുത്ത് ഇപ്പോഴെന്താ നമ്മൾ പോണെന്ന് പറയും. എവിടെ ഈ കടിക്കല്ലേ? എവിടെ പോണ്? അമ്മച്ചു തന്നില്ല. അമ്മയ്ക്കൊരു മുത്തം തരും പൊന്ന്. കരയല്ലേ അടി കുട്ട? കരയോ എൻ്റെ പൊന്ന്? പേടിയാവോ? ഇപ്പോഴേ നമ്മള് സുന്നത്തിന് പോവുകയാണ്. പിന്നെന്താണ് വിശേഷങ്ങൾ? ഞാൻ മുത്തുമോനും മിച്ചുമോനും ഇതാ നിൽക്കുന്നു. പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള. എന്തിനൊക്കെ ഒരു പാട്ട് പാടി കൊടുക്കും മക്കളെ. ഇസ്ലാം കാര്യം പാടിക്കൊടി. അറിഞ്ഞില്ലെങ്കിൽ നരകം അവളെ വീടാണ്. കലിമ നീ പറഞ്ഞു കൊടുക്കണ എൻ്റെ കൊച്ചിനറിയാം. നിസ്കാരം പറഞ്ഞു കൊടുക്കി. കാക്കച്ചിക്ക് ഒരു മുത്തം കൊടുക്കി. രണ്ടിടെ കെട്ടിപ്പിടിച്ചാണ് ഒരു മുത്തം കൊടുത്താണേ. അപ്പിയെ നോക്കിയോണം കേട്ടാ. വലിയ കാക്കച്ചിയാണ് കൂടെ പോണത്. 5:30 ആകുമ്പം പോവും. തുള്ളിച്ചാടി പോവേണ് കുട്ടൂസ്. അപ്പോഴേ ശരി, ടാറ്റ, സലാം പറഞ്ഞു കൊടുക്കളെ. മുത്തുമോനെ മിച്ചുമോനെ ടാറ്റ പറ. സലാം പറയ്. അവ എല്ലാരും അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യം പറയാനാണ് വീഡിയോയിൽ വന്നത്. എനിക്ക് കുറച്ച് എൻ്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട എൻ്റെ സഹോദരൻ, എൻ്റെ അനുജൻ, എൻ്റെ മാമാരെ മോള്, എൻ്റെ താത്ത, അതായത് എൻ്റെ കൂടപ്പിറപ്പുകൾ എല്ലാവരും കൂടെ തന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. മോനെ സുന്നത്തിന് കൊണ്ടുപോയേട്ടാ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്, നിങ്ങൾ കണ്ടോളി. ഇത് 3 എണ്ണം എൻ്റെ മാമാരെ മോളെ വകയാണ്. അൽഹംദുലില്ലാ. കതവ് തുറക്കട്ടെ. പിന്നെ ലൈറ്റൊക്കെ നോക്ക്. എല്ലാവരും വീടിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ട്. മോനെ 2 പേരും പോയി, ചേട്ടനും അനിയനും പോയി. ഇത് എൻ്റെ നേരെ ഇളയതിൻ്റെതാണ്, അനുജൻ്റെതാണ് ഈ സമ്മാനം. അൽഹംദുലില്ലാ. ഒരുപാട് കഷ്ടപ്പാടിലും എനിക്ക് താത്താക്ക് വേണ്ടി തന്നതാണ് അവന്. അവൻ്റെ കഷ്ടപ്പാടെല്ലാം മാറ്റാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ എൻ്റെ കാക്കച്ചീര വകയാണ് കട്ടിൽ. അൽഹംദുലില്ലാ. കൂലിപ്പണിയുടെ ഇടയിലും എന്നെ കൂടെ ചേർത്ത് പിടിച്ച് എനിക്കൊരു കട്ടിൽ. നോക്ക്, ഇത് പണിയിച്ചതാണ്. എങ്ങനെയുണ്ട്? മെത്ത എൻ്റെ ഉമ്മാൻ്റെ വക. അൽഹംദുലില്ലാ. പിന്നെ ഉമ്മാനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം ഉമ്മായും ഉമ്മച്ചിയുമായും എല്ലാവരും കൂടെ ആയിട്ടാണ് എനിക്ക് വീട് വന്നത്. ഇപ്പോഴും പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എൻ്റെ പൊന്നോനെ സുന്നത്തിനുണ്ടാണ് സമാധാനം ഇല്ല എനിക്ക്. ഇതെൻ്റെ താത്താരെ വകയാണ്. കട്ടിൽ, മെത്ത, 2 തലയണ, ഈ ഒരു അലമാര.
എനിക്കൊരു അലമാരയില്ല. അച്ഛനെ എനിക്കൊരു വീടാവേണ്ട താമസം എന്താ ഇതെല്ലാം ആയി. നോക്ക് നിങ്ങൾ, എനിക്കൊരു അലമാരയായി. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരു വലിയ അറ, പിന്നെ അതിൻ്റെ അടിയിൽ ചെറുത് 2 ഒരു പൈസ വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ പൂട്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരറ ഫുൾ ലുക്ക്. നോക്ക് അൽഹംദുലില്ലാ. താത്തായൊക്കെ വൈകിട്ട് വരും, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. മാമച്ചി പാപ്പാക്ക് വയ്യാത്തത് കൊണ്ട് മാമായും ഇളയ മാമായും പിന്നെ ആരൊക്കെയാണ് സഹോദരനെ കൂടെയാണ് കൊണ്ടുപോയത്. ഈ ഫാനാണ് നമുക്ക് അന്ന് നമ്മൾ കൊല്ലം ചവറപ്പോയി എടുത്തത്. അത് സെറ്റ് ചെയ്ത് അൽഹംദുലില്ലാ. നസ്രുമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ട വീടിൻ്റെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നോക്കി കൊള്ളാമോ, എങ്ങനെയുണ്ട് വീട്? പിന്നെ മോനെ കൊണ്ടുപോയേക്കണ്, കാക്കച്ചിയാണ് കൊണ്ടുപോയേക്കണത്. ഇനിയിപ്പോൾ കണ്ണാടിയൊന്നും നോക്കാൻ പുറത്തൊന്നും പോകണ്ട, എന്നെ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. നോക്ക് പടച്ചോനെ, ഇപ്പോഴും ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. അപ്പം ഞാൻ സുബഹി 4 എത്രയോ സമയം പറഞ്ഞ് ഇപ്പോഴങ്ങ് കയറും. നമ്മളെ ദുആ വേണം, ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ മക്കളെ ഇഷ്ടത്തിന് വെച്ച ലൈറ്റുകളാണ്. ഒരു ബർക്കത്തുണ്ടല്ലേ വീട്. അപ്പോൾ ഇതാ ഇത്രയും വീട് മാത്രമേ ഉള്ളായിരുന്നു. ഇതാ സാധനങ്ങളെല്ലാം ആയി. എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാ സാധനങ്ങളും എനിക്ക് കൊണ്ടുവന്ന്, അതിനെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. കിച്ചണിലെ ടൈലൊക്കെ നോക്കുക. ഇനിയിപ്പം ഗ്യാസ് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബർണറും എല്ലാം കൂടെ മേടിക്കണം, അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ഒന്നും കൂടെ ഞാൻ പറയുന്നത് അൽഹംദുലില്ലാ, ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴെനിക്ക് ചെറിയ തലവേദനയൊക്കെ രാവിലെ തുടങ്ങിയതാണ്. ഇനി വെള്ളിയാഴ്ച തൊട്ട് പണിക്കിറങ്ങും. നമുക്ക് പണിക്കിറങ്ങിയല്ലേ പറ്റൂ. ലൈറ്റും കാര്യങ്ങളും റൂമും, ആ ഒരു റൂമിലല്ല നമ്മൾ കിടക്കുന്നത്. അവിടെ നമ്മൾ നിസ്കരിക്കാനും കാര്യമൊക്കെ എടുക്കുള്ളൂ. ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആർക്കെങ്കിലും വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞാനിപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ഒരാളെ മാത്രമല്ല പൊതുവിൽ, കാരണം ഇന്നലെ രാത്രി 9 മണിക്ക് പണി തീർന്ന വീടാണ്. അപ്പോൾ ഫാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല. നമുക്ക് ഫാനിട്ട് മോനെ നാളെ ഈ റൂമിലാണ് കിടത്തുന്നത്. ടാറ്റയൊക്കെ പറഞ്ഞ് പോയി, സലാക്ക പറഞ്ഞ് പോയി, ഒന്നും അറിഞ്ഞൂടാ. അള്ളാ, എൻ്റെ കൽബ് നീറുന്നുണ്ട്. കാരണം പെറ്റ വയറിനെ അറിയത്തുള്ള ദുഃഖം. ഒരുപാട് പേര് വിളിച്ച് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ അങ്ങ് കാണാൻ പറ്റുമോ. പിന്നെ ഇതുപോലെ എന്തും എന്നെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ എനിക്ക് കിട്ടിയ ഉടുപ്പുകളാണ് അന്ന്. അതുകൊണ്ട് എനിക്കെല്ലാം അറിയും തിരിഞ്ഞ് ഉടുക്കാനും ഉടുപ്പായി. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് എടുക്കാൻ പറ്റാത്ത കോളുകൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഇന്ന് തിരക്കാണ്. വെള്ളിയാഴ്ച തൊട്ട് ഇൻഷാ അല്ലാഹ് നാലും അവിടുത്തെ സാധനങ്ങളെല്ലാം പറക്കണം, അവിടെ വീട് ഒഴിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. നാളെ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് പേര് വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്തവരടുത്തൊന്ന് പറയണം, ഇന്ന് ഞാൻ തിരക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് കാണണം. സുബഹിക്ക് കയറാൻ പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിക്കാൻ പറ്റൂല, കാരണം വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ കാർ കിടക്കുന്നുണ്ട്, അത് കൊച്ചുമാമാരെ കാറാണ്. മഫ്റുമോള് മഫ്തയൊക്കെ ഇട്ട് അവിടെ ഷോളൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ചിരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് മസ്റൂറ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൈകിട്ട് വന്നിട്ട് നാളെ അവൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വെളുപ്പാങ്കാലത്ത് ഇടും, പോസ്റ്റ് ചെയ്യും. പിന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ചെറിയ രീതിയിൽ ഒരു പന്തൽ. ഇനി ഞാൻ കുറച്ച് പണികളുണ്ട്. അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് 2 തുണികളൊക്കെ കഴുകാൻ കിടക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അന്ന് പഴയ കഥവില്ലേ, പോളിഷ് ചെയ്ത് നല്ല ലുക്കിൽ ആക്കി എടുത്തവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.